ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് പഴയ ജീൻസ് വെച്ച് ഒരു അടിപൊളി ബാഗാണ്. നമുക്ക് കൈകൊണ്ട് തന്നെ തുന്നിയെടുക്കാൻ പറ്റിയ ഒരു സൂപ്പർ ബാഗ്. എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. അതിനാദ്യം വേണ്ടത് നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചേക്കുന്ന, എന്തെങ്കിലും ഡാമേജ് പറ്റി ഉപയോഗിക്കാണ്ട് മാറ്റി വെച്ചേക്കുന്ന ഒരു പാൻറ്റ്. ഇങ്ങനെ കാല് കട്ട് ചെയ്ത് അടിഭാഗം കട്ട് ചെയ്തിട്ട് രണ്ട് ഭാഗവും, ഫ്രണ്ടിലത്തെ രണ്ട് ഭാഗവും താഴെയുള്ള രണ്ട് ഭാഗവും കൂടി തുന്നിയെടുക്കണം. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. നമുക്ക് വേണ്ട സൈസിൽ മുറിച്ചിട്ട് വേണം ചെയ്യാൻ. ചെറിയ ബാഗ് വേണമെങ്കിൽ ഇത് മീഡിയം സൈസ് ബാഗാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത്. സാധാരണ തുണി തുന്നുന്ന സൂചി നൂലും ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തുന്നിയെടുക്കാം. പിന്നെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്ത് മാത്രം കുറച്ച് നമ്മൾ പ്രഷർ ചെയ്യേണ്ടി വരും. സൂചി കിടക്കില്ല. അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാം. പിന്നെ സ്റ്റിച്ചിങ് മെഷീനിൽ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. സൂചി ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ചെയ്യാം കേട്ടോ. അതേ, ഞാൻ രണ്ട് ഭാഗവും തുന്നി എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇങ്ങനെ ഞാൻ മടക്കി കണ്ടില്ലേ, അതേപോലെ ഇങ്ങനെ മടക്കണം. ഈ നമ്മുടെ ഫ്രണ്ടിലത്തെ സിബ് വന്നത് സൈഡിലായിരിക്കണം, അങ്ങനെ മടക്കണം. ഇപ്പോൾ ഒരു പാവാടയുടെ മോഡലായിട്ടില്ലേ, അപ്പോൾ ഫ്രണ്ടിലത്തെ സിബ് നമ്മുടെ സൈഡിലാവുന്ന രീതിയിൽ മടക്കണം. പിന്നെ ഇത് അടിഭാഗത്തിനുള്ളതാണ് ഈ എടുക്കുന്നത്. പക്ഷെ അത് ഇങ്ങനെയല്ല. ഇത് ഞാൻ ചെയ്തപ്പോൾ ഇച്ചിരി സൈസ് കൂടിപ്പോയി. നമ്മുടെ ബേസിൽ വന്നത് ഇതിലും കുറച്ച് സൈസ് മതി. ഇതിപ്പോൾ വലിയ ബാഗ്, വളരെ അടിഭാഗം കുറച്ച് ഇങ്ങനെ വൈഡായിട്ടിരിക്കും. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതിലും സൈസ് കുറച്ച് ബേസ് വെട്ടിയെടുക്കുക. ഞാൻ വെട്ടിയായിരുന്നു രണ്ടാമത്. മറിച്ചിട്ടിട്ട് ഇങ്ങനെ മടക്കണം. അപ്പോൾ കറക്റ്റ് ബേസ് നമുക്ക് അറിയാൻ പറ്റും. ആ സൈസിൽ വേണം നമ്മൾ വെട്ടിയെടുക്കാനായിട്ട്. കണ്ട, എന്നിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് നമുക്ക് തുന്നാനുള്ള ഭാഗം ഇങ്ങനെ മടക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അവിടെ വെച്ച് തന്നെ തുന്നാം. തുന്നാനറിയാവുന്ന ആർക്കും ചെയ്യാം കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാം. ഇതിൽ കുറേ നമ്മൾ സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ. അധികം നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. സൈഡും ഒക്കെ പാൻറ്റിൻ്റെ അതേ ഇതിൽ തന്നെയാണല്ലോ നമ്മൾ എടുക്കണത്. അപ്പം വലിയ പണിയൊന്നും ഇതിൽ നമ്മൾ ചെയ്യണില്ല. കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാം. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മറിച്ചിട്ടിട്ട് ഈ അടിഭാഗം ഞാൻ മീതെ കൂടെ ഒന്നും കൂടെ തുന്നുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കാണിക്കണില്ല. അതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ്, നമ്മൾ സ്റ്റിച്ച് വിട്ടു പോകരുതല്ലോ. അപ്പോൾ വെയിറ്റൊക്കെ നമുക്ക് ഇടുവാണെങ്കിൽ അത് താങ്ങാൻ. ഇതിന് സിബൊന്നും ഞാൻ വെക്കണില്ല കേട്ടോ. ഞാനിങ്ങനെ ഒരു നൂല്, ഒരു ചരടാണ് കേട്ടോ ഞാൻ ഇനി ഇടണത്. എന്നിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ അത് ടൈറ്റാവും. പിന്നെ ഒരടപ്പും വെക്കണുണ്ട്. ഇങ്ങനെ ഇപ്പോൾ നമ്മുടെ ആ ചരട് കാണാണ്ടിരിക്കാൻ വേണ്ടി, കവർ ചെയ്തിരിക്കാൻ വേണ്ടി ഒരു കവർ പോലെ. എന്നിട്ട് അത് പുറകുവശത്ത് തുന്നി വെച്ചിട്ട് ഇവിടെ ഒരു ബട്ടൺ ഹോളും വയ്ക്കാം. ഈസി പണിയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ അടപ്പിന് വേണ്ടി ഏത് ഭാഗം എടുത്തതെന്ന്? നമ്മുടെ പാൻറ്റിൻ്റെ കാലിൻ്റെ ഏറ്റവും അടിഭാഗമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ തുന്നൽ കുറവാണ്. നമുക്കധികം തുന്നൊന്നും വേണ്ട. ബട്ടൺ ഹോള് വെക്കാൻ വേണ്ടി ഞാൻ ബ്ലേഡ് വെച്ച് ഇങ്ങനെ ഒരു വരയോ ചെയ്തത്. എന്നിട്ട് ആ ബട്ടൺ ഹോളിൻ്റെ ചുറ്റും സൂചി വെച്ച് തുന്നും. ഇത് ബട്ടനല്ല, മുത്താണ് കേട്ടോ. മുത്തിൽ ഞാൻ ഈ പാൻറ്റിൻ്റെ ഒരു പീസ് വെച്ച് കവർ ചെയ്തിട്ട് തുന്നി വെക്കും. അങ്ങനെയാണ് ബട്ടൻ്റെ ഉണ്ടാക്കുന്നത്. ഞാൻ പറയണതൊക്കെ വല്ലതും മനസ്സിലാവണ്ട നിങ്ങൾക്ക്? എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയാൻ പാടില്ല കേട്ടോ. നിങ്ങൾ ഇത് കണ്ട് മനസ്സിലാക്കി എടുത്താൽ മതി.
ബട്ടൺ ഹോൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും തുന്നി എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് വീണ്ടും കീറി കീറി ബട്ടൺ ഹോൾ വലുതാവും. നമ്മൾ അടച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും തുറന്നു പോരും. ബട്ടൺ ഹോൾ രണ്ടും കൂടെ ചേർത്ത് സൈഡ് ഇങ്ങനെ പതുക്കെ ചെറിയ സ്റ്റിച്ചിട്ട് തുന്നിയെടുക്കണം. പിന്നെ ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇതിപ്പോൾ അധികം കാണിക്കാനൊന്നുമില്ല. മുകളിലത്തെ ഭാഗം നമ്മുടെ പുറകിൽ തൂക്കണ ഭാഗമല്ലേ, അതിൽ ഏറ്റവും മുകളിൽ വന്ന ഭാഗം അടുപ്പിച്ച് വേണം തുന്നാനായിട്ട്, അല്ലെങ്കിൽ ഊരിപ്പോവും. നമ്മുടെ ബാഗ് തോളത്തിട്ട് കഴിയുമ്പോൾ നമ്മുടെ തോളത്തുനിന്ന് ഊരിപ്പോവും. പിന്നെ ഈ ചരടിൻ്റെ തുമ്പത്ത് ജീൻസിൻ്റെ പീസ് വെച്ച് തന്നെ ഞാനൊരു ചെറിയ പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇത്.